ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു വന്ന പാടുകളൊക്കെ മാറിയിട്ട് നന്നായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ക്രീം നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പം നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ക്രീമാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ക്രീം അല്ലെങ്കിൽ സ്കിൻ ക്ലിയർ ക്രീം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെ ഉലുവ പൊടിയാണ് കേട്ടോ. ഉലുവയുടെ പൊടി എടുക്കുന്നതാണ് ഒന്നും കൂടി നല്ലത്. അപ്പം ഞാനിത് ഈ ഒരു ചെറിയ ബൗളിൽ 2 ടീസ്പൂണോളം ഉലുവയുടെ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ ധാരാളം നമുക്ക് 2 ആഴ്ചയോളം ഉപയോഗിക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ. നമുക്ക് ഒന്നെങ്കിൽ പച്ചപ്പാൽ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പാക്കറ്റിൽ കിട്ടുന്ന ആ ഒരു പാലായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള പാൽ ഇതേപോലെ നമുക്ക് ഈ ഒരു ഉലുവയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ കട്ടകൾ ഇല്ലാത്ത രീതിയിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി പാല് ചേർത്തിട്ട് വേണം ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാനായിട്ട്. ഇനി നിങ്ങൾ മുഴുവനായിട്ടുള്ള ഉലുവയാണ് എടുക്കണമെങ്കിൽ ഇതേപോലെ 1 ടേബിൾ സ്പൂണോളം മുഴുവനായിട്ടുള്ള ഉലുവയിലേക്ക് കുറച്ച് പാല് ചേർത്തിട്ട് നമുക്ക് ഇതേപോലെ കുതിർക്കാനായിട്ട് വെക്കാം കേട്ടോ. അതാവുമ്പോൾ നമുക്ക് ഒരു ദിവസമൊക്കെ വെക്കണം നന്നായിട്ട്. അപ്പോഴാണ് കേട്ടോ ആ ഒരു ഉലുവയൊക്കെ കുതിർന്ന് കിട്ടുള്ളൂ. ഉലുവയുടെ പൊടി എടുക്കുമ്പോൾ നമുക്ക് അധികം നേരം കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. 1-2 മണിക്കൂറൊക്കെ വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അത് ഈ ഒരു രീതിക്ക് നമുക്ക് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഇതൊന്ന് കിട്ടാനായിട്ട്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് ഇതേപോലെ നമുക്ക് ഉലുവയുടെ പൊടിയായിരിക്കും കേട്ടോ ഒന്നും കൂടി നല്ലത്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉലുവയും അതേപോലെ തന്നെ ആ ഒരു പാലോടും കൂടിയിട്ട് നമുക്കിത് ഇതേപോലെ ഒന്ന് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉലുവയുടെ പൊടി ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു ക്രീം പരുവത്തിലാണ് കേട്ടോ ഇത് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു ചെറിയ ബൗൾ വയ്ക്കുക. അതിലേക്ക് നല്ല വൃത്തിയുള്ളൊരു തുണിയും കൂടി വിരിച്ചതിന് ശേഷം ഈ ഒരു ഉലുവ നമ്മൾ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല രീതിക്ക് തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഉലുവ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു എന്ന പാടുകൾ മായ്ക്കാൻ വേണ്ടിയിട്ട്, സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട്, ഓപ്പൺ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കാനായിട്ട് ഉലുവ വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള പാലായാലും നമ്മുടെ മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട്, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട്, മുഖക്കുരു ഉണ്ടെങ്കിൽ അതിൻ്റെ പാടുകൾ നല്ല രീതിക്ക് കുറയ്ക്കാനായിട്ടായാലും ഈ ഒരു പാല് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നല്ല രീതിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലാവട്ടെ നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതേപോലെ ഒരു തക്കാളിയാണ് കേട്ടോ. ഈ ഒരു തക്കാളി നമുക്ക് മുഴുവനായിട്ട് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രം മതി. തക്കാളി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന സ്കാർസൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഓപ്പൺ പോർസും നന്നായിട്ട് കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒന്നാണ് തക്കാളി. അപ്പോൾ തക്കാളി ഇതേപോലെ പകുതി മുറിച്ചതിന് ശേഷം ഒരു പകുതി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ജ്യൂസ് ഇതേപോലെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഴുവനായിട്ടുള്ള തക്കാളി ആവശ്യമില്ല. ചെറിയൊരു പീസ് മാത്രം എടുത്തിട്ട് ഇതിൻ്റെ ജ്യൂസ് ഇതേപോലെ സ്ക്യൂസ് ചെയ്തെടുക്കുമ്പോൾ നമുക്കതിൻ്റെ ജ്യൂസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ചെറിയ പീസ് അടിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാൻ അത്ര അധികം നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇതേപോലെ നമുക്ക് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ജ്യൂസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം 2 ടീസ്പൂണോളം തക്കാളിയുടെ നീരുണ്ടാവും കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഉലുവയുടെ ക്രീം ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യത്തിന് ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്.
അങ്ങനെ ഇത് നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളമില്ലാത്തൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഇനി യൂസ് ചെയ്യണത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഫേസ് വാഷോ അല്ലെങ്കിൽ ഫേസ് വാഷ് പൗഡറോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ക്രീം ഇതേപോലെ നമ്മുടെ ഫേസിൽ ഡോട്ടാക്കി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ മസാജ് ചെയ്യുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബായിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ അത് കാണുമൊന്നുമില്ല. ഇത് തേച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരങ്ങളിൽ നന്നായിട്ട് തന്നെ മസാജ് ചെയ്തെടുക്കുക. ഈ ഒരു ക്രീം നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട്, ഓപ്പൺ പോർസ് അതേപോലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സ്കിൻ നന്നായിട്ട് ഈവൻ ടോൺ ആക്കിയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ അത്. അപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടി നല്ലത് രാത്രി ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് കഴുകി കളയുന്ന നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒട്ടും പറ്റുന്നില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ. കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടെന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. നമുക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട നല്ല രീതിക്ക് തന്നെ സ്കിന്നിൽ അബ്സർവ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങൾ നമുക്ക് ഈ ഒരു ക്രീം കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.